അഷ്റഫുൽ റസൂലിന്റെ അമ്മാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന അനുഗ്രഹീതമായ യാത്രയിൽ ആദ്യമായി മദീനക്കാരെ കണ്ടുമുട്ടുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമൂല്യമായ 3 സതുപദേശങ്ങളും ഒന്ന് അഫ്ശുസ്സലാം, അത്തഈമു തആം, സല്ലൂ ബില്ലൈലി വന്നാസുനിയ. ആദ്യമായി മദീനക്കാരോട് പറയുന്നത്, നിങ്ങളെല്ലാവരും പരസ്പരം സലാം പറയും. പരസ്പരം നിങ്ങൾ മുഖത്തോട് നോക്കി പുഞ്ചിരിയോടെ സലാം പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന് വിശാലത ഉണ്ടാവും, നിങ്ങളുടെ ബന്ധങ്ങൾ ഊഷ്മളത ഉണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവും. 2 അത്തഈമു തആം, നിങ്ങളെല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക. ഇന്ന് ഈ വിശുദ്ധമായ റമദാനിന്റെ പുണ്യമായ മഹഫറത്തിന്റെ ഒരു നോമ്പ് തുറ ബഹുമാനപ്പെട്ട ഫൗസൽ സലാം സാഹിബ് ആതിഥേയത്വം നിർവഹിച്ച് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുര ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ ദുആയോടുകൂടി നമ്മളിവിടെ നിന്ന് പിരിയുകയാണ്. നമ്മുടെ റമദാനിലെ പറ്റിയ അമൂല്യമായ ഒരു ഇഫ്താറിന് ഈ വീട് വേദിയൊരുക്കുകയാണ്. അള്ളാഹു ബഹുമാനപ്പെട്ട ഉസ്താദിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആകളെ അള്ളാഹു കബൂലാക്കി നമുക്കും അതുവഴിയുള്ള എല്ലാ അനുഗ്രഹവും അള്ളാഹു നൽകുമാറാകട്ടെ. ഈ UAE-യിൽ എത്തുന്ന എല്ലാ പണ്ഡിതന്മാരെയും ദീനീ സ്ഥാപനങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന വലിയൊരു ആത്മബന്ധത്തിന് അടയാളം കൂടിയാണ് ഈ ഒരുമിച്ച് കൂടൽ. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി വെച്ച ഒരു സതുപദേശവും കൂടി ഞാൻ പറയാതെയുണ്ട്. സല്ലൂ ബില്ലൈലി വന്നാസുനിയ. എല്ലാവരും നിദ്രയിലാണ്ട് കിടക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കുക. നമ്മളെല്ലാവരും പരസ്പരം സലാം പറഞ്ഞു പിരിയുന്നു, ഭക്ഷണം കഴിഞ്ഞ് പിരിയുന്നു. രാത്രിയിൽ ഈ ഭക്ഷണത്തിന് ആലസ്യതയും ഉദാസീനതയും ഉറങ്ങിപ്പോവാതെ രാത്രിയിൽ വേണ്ടതൊക്കെ തഹജ്ജുദ് കൂടി നിസ്കരിക്കാൻ എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. അത്ര നല്ല രാത്രിയാണ് ഇനിയുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തെയും സലാം സാഹിബിനെയും അദ്ദേഹത്തിന്റെ ബിസിനസ്സിലും ഒക്കെ അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഒരുമിച്ചുകൂടി എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം